മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ണനാണെങ്കിൽ മാർക്കോയോട് പറയുന്നുണ്ട്, ഞാൻ തോമസ് വൈദ്യൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ മഹി ഇവിടെയുള്ള ചെന്നായ്ക്കളുടെ കൂട്ടത്തിലായിരിക്കും, അതുകൊണ്ട് എനിക്ക് പോകാൻ തന്നെ ഒരു മനസ്സില്ല. അതിൽ മാർക്കോ എങ്ങനെയെങ്കിലും അവളുടെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട, മഹാലക്ഷ്മിയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും, മഹാലക്ഷ്മിയുടെ ഒരു നിഴലായിട്ട് തന്നെ ഞാൻ എന്നും ഉണ്ടാവും, അതുകൊണ്ട് സാർ സമാധാനമായിട്ട് പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനോട്. അങ്ങനെ തോമസ് വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി മഹിയും കണ്ണനും മാർക്കോയും കൂടെ എത്തുന്നുണ്ട്. എന്നിട്ട് തോമസ് വൈദ്യൻ മാർക്കോയോടായിട്ട് പറയുന്നുണ്ട്, താൻ ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല, കണ്ണൻ്റെ ചികിത്സ കഴിയുന്നവരെ താൻ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പറയുന്നു. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും, ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇനി ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ മാർക്കോ ഉറപ്പ് നൽകുന്നുണ്ട്. എന്നിട്ട് വൈദ്യം പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ ഒരു പുതിയ ചികിത്സാക്കൂട്ടാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ, എന്താണെങ്കിലും ഇത് ചെയ്യുമ്പോൾ അത്ഭുതം സംഭവിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കണമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോയും പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എന്താണെങ്കിലും കണ്ണൻ സാറിൻ്റെ മറ്റേ കാലിനും ചലനം സംഭവിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ അതിനു വേണ്ടി ഒരുപാട് പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും എനിക്കത് നടക്കുമെന്നും ഉള്ളൊരു വിശ്വാസമുണ്ടെന്നുമൊക്കെ മാർക്കോ പറയുകയാണ്. പിന്നീട് മരുന്നിൻ്റെ എല്ലാം കൂട്ട് കണ്ണൻ്റെ കാലിലെല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് വൈദ്യർ. എന്നിട്ട് വൈദ്യർ പറയുന്നുണ്ട്, കാലിന് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നു, എൻ്റെ കാലിന് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്, എനിക്ക് ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്, ഇതിനു മുമ്പൊന്നും ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ വൈദ്യം പറയുന്നുണ്ട്, ഏതായാലും മരുന്ന് നന്നായിട്ട് ഏൽക്കുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷമായി, മരുന്ന് ഏതായാലും ഫലിച്ചല്ലോ, ഏതായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടെന്നൊക്കെ വൈദ്യർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്കും മാർക്കോക്കും എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട്. എൻ്റെ കണ്ണേട്ടൻ എണീറ്റ് നടക്കുക തന്നെ ചെയ്യും, അധികം താമസമില്ലാതെ അത് സംഭവിക്കുമെന്നൊക്കെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെ മറ്റേ കാലിനും ചലനം സംഭവിച്ചു എന്നറിയുന്ന കരുണയ്ക്കും ഉണ്ണിക്കും വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് കരുണ പറയുന്നുണ്ട്, അറിഞ്ഞോ അയാളുടെ കാലെല്ലാം അടുത്തും കൂടെ ചലിച്ചു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്, ഇനി അയാൾ എണീറ്റ് നടക്കുന്നതും നമ്മൾ കാണേണ്ടി വരും, അയാളെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ ശ്രമിക്കും തോറും അയാൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരികയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. അപ്പോഴേക്കും മേഘം പറയുന്നുണ്ട്, അവൻ്റെ കാലും കൈയും എവിടെ വേണമെങ്കിലും അനങ്ങിക്കോട്ടെ, പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല, അവൻ്റെ അനക്കമില്ലാതായി പോകുന്നത് അവൻ്റെ മനസ്സാണ്, അവൻ്റെ മനസ്സാണല്ലോ അവൻ്റെ മഹാലക്ഷ്മി, അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ ഇല്ലായ്മയിൽ അവനാകെ തളർന്ന് മനസ്സ് മരവിച്ച് അവനാകെ ഇരിപ്പായി പോകുമെന്നൊക്കെയുള്ള കാര്യം പറയുകയാണ് മേഘൻ. കരുണയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. കരുണ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലും പറയാനുള്ള ധൈര്യമില്ലല്ലോ ഉണ്ണിയേട്ടാ, നിങ്ങളെന്താണോ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്, മേഘേട്ടൻ പറയുന്ന പോലെയെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഇതുവരെ ഒരുക്കിയിട്ടുണ്ടോ എനിക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ കരുണ കുറ്റപ്പെടുത്തുന്നുണ്ട് ഉണ്ണിയെ. അപ്പോൾ മേഘം പറയുന്നുണ്ട്, മഞ്ജുവിന് ഇപ്പോൾ എന്താണെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, മഞ്ജുവിന് ഇപ്പം എന്ത് പറഞ്ഞാലും കണ്ണനെയും മഹാലക്ഷ്മിയെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള സംസാരമാണ് നടക്കുന്നത്, അവൾക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അവരുടെ മേൽ അവൾക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്ടവും തോന്നി തുടങ്ങിയിട്ടുണ്ട്, എന്താണെങ്കിലും അതിൻ്റെ പിറകിൽ ആരോ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് മേഘനാഥൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും വീട്ടിലും അവൾ അമ്മയുമായിട്ട് യാതൊരുവിധ ചേർച്ചയുമില്ല, അവളൊരു ജോലിയും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്താണെങ്കിലും വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, പക്ഷേ എന്താണെങ്കിലും മഞ്ജുവിന് എന്ത് പറ്റിയോ ഈ മാറ്റം ഇങ്ങനെ വന്നത്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മഞ്ജുവിന്, അതുകൊണ്ടാണ് മഞ്ജുവിന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതെന്നൊക്കെ കരുണയും പറയുന്നുണ്ട്. തുടർന്നുള്ളൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.